നമസ്കാരം, ഏവർക്കും ഹാർട്ട് ആൻഡ് ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ തോമസ് എബ്രഹാമാണ്. കഴിഞ്ഞ 47 വർഷമായി കുട്ടികളുടെ മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടറാണ്. ഇന്ന് നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നത് കുട്ടികളുണ്ടാകുന്ന ഡിസബിലിറ്റീസും അതിൻ്റെ റെമഡിയൽ സൊല്യൂഷനെ കുറിച്ചും നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏവരും കേട്ടിട്ടുണ്ടാവും, റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് എല്ലാവർക്കും പരിചിതമാണ്. എന്നാൽ അതിനുപരിയായി ഹാബിലിറ്റേഷൻ എന്നൊരു മേഖലയും കൂടെ നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. അധികം പേർക്ക് പരിചിതമല്ലാത്ത ഒരു മേഖലയെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡോക്ടർ സ്വാഗതം. എല്ലാവർക്കും അറിയാം, റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പലതരത്തിലുള്ള ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ആ ഒരു മേഖലയിൽ ചെയ്യുന്നത്. സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, ഓക്കുപേഷൻ തെറാപ്പി, അങ്ങനെ പലതരത്തിലുള്ള തെറാപ്പീസ് കുട്ടികളിൽ പല വൈകല്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് ഓരോ കുട്ടികളെ അസസ് ചെയ്തിട്ട് അവർക്ക് നമ്മൾ പല തെറാപ്പീസും കൊടുക്കാറുണ്ട്. എന്നാൽ ഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു മേഖലയെക്കുറിച്ച് അധികം പേർക്ക് വലിയ ധാരണയില്ല. അതായത് കുട്ടികളിൽ അസുഖം നേരത്തെ, അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടീഷനെ നേരത്തെ തന്നെ കൂട്ടി മനസ്സിലാക്കാം, അതിനുവേണ്ടി ഇൻ്റർവെൻഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ഒരു മേഖലയെക്കുറിച്ച് ഡോക്ടർക്ക് പറയാനുള്ള എന്തൊക്കെയാണ്? സാധാരണ കുട്ടികളിൽ വിവിധ തരത്തിലുള്ള ഭിന്നശേഷികളുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നതും മനസ്സിലാക്കുന്നതും അത് ചില പ്രായങ്ങളിൽ മാത്രമാണ്. ഉദാഹരണം, ഇപ്പം ഒരു കുട്ടിക്ക് പഠന വൈകല്യം ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് അവർ സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷമാണ്. പക്ഷേ വാസ്തവത്തിൽ എല്ലാ തരത്തിലുള്ള ഭിന്നശേഷിയുടെയും ഇമ്പയർമെൻറ്റ്, അതിൻ്റെ കാരണഹേതു കുട്ടികളുണ്ടാകുമ്പോൾ തന്നെ ഉള്ളിലുണ്ട്. പക്ഷേ അത് പലപ്പോഴും മിക്കപ്പോഴും തന്നെ അത് മറഞ്ഞു കിടന്ന് ചില പ്രത്യേക പ്രായങ്ങളിൽ അത് പ്രത്യക്ഷപ്പെടുകയാണ് അവർ. ഉദാഹരണം, ഈ പറഞ്ഞ പോലെ ലേണിംഗ് ഡിസബിലിറ്റി സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പല മാതാപിതാക്കളും കുട്ടികൾക്ക് ചലന വ്യത്യാസങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്ന 4 മാസമാകുമ്പോൾ കഴുത്തുറയ്ക്കാത്തപ്പോഴോ അല്ലെങ്കിൽ 8 മാസമാകുമ്പോൾ ഇരിക്കാത്തപ്പോഴോ അങ്ങനെയുള്ള അവസരങ്ങളില്ല. അല്ലെങ്കിൽ സംസാരിക്കാൻ താമസിക്കുമ്പോഴോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് വാസ്തവത്തിൽ ഇതിൻ്റെ ആരംഭം ജനനത്തോടു കൂടി തന്നെ ഉള്ളിലുണ്ട്, അതിൻ്റെ ഇമ്പയർമെൻ്റ് ഉണ്ട്. പക്ഷേ ഡിസബിലിറ്റി തുടങ്ങുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും എന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ ഈ പ്രോബ്ലംസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്ക്, ഉദാഹരണം കുട്ടിയുടെ കഴുത്തുറയ്ക്കാത്തപ്പോഴാണ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളൊരു കുറേ നാളായിട്ട് ഇത് മിസ് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ പ്രോബ്ലം തുടങ്ങുന്ന ജനനത്തോട് കൂടെ തന്നെയുണ്ട്. പലപ്പോഴും അതിന് മുമ്പുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്നുള്ളതാണ്. അതായത് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്ന ഒരു ചെക്ക് ലിസ്റ്റ് നമ്മുടെ മുൻപിലുണ്ട്. അത് അച്ചീവ് ആകാതെ വരുമ്പോഴാണോ പേരൻസ് ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്, അതോ അതിന് മുമ്പേ തന്നെ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണോ ഡോക്ടർ പറഞ്ഞു വരുന്നത്? മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ വളർച്ചയുടെ നാഴികക്കല്ലുകളെന്ന് പറയുന്നത് പേരൻസിനെ മനസ്സിലാക്കാനും ഒരുപക്ഷെ പ്രൊഫഷണലുകൾക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രധാന സംഗതിയാണ്. അത് നല്ലതാണ്. പക്ഷേ അത് വേറെ രീതിയിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയത്ത് ഉണ്ടാകുന്ന സംഭവമല്ല. 4 മാസമാകുമ്പോൾ പെട്ടെന്ന് കഴുത്തുറക്കാതിരിക്കുന്നതല്ല. അതിന് മുമ്പ് ഡെവലപ്മെൻറ്റ് ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയുടെ ചില ഘട്ടങ്ങളിൽ പുറത്തു വരുന്ന ചില കഴിവുകളിലെ വ്യത്യാസങ്ങളാണ് നമ്മൾ ഈ മൈൽ സ്റ്റോൺസിലുള്ള വ്യത്യാസങ്ങളായിട്ട് മനസ്സിലാകുന്നത്. പക്ഷേ ആ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് മുമ്പ് തന്നെ ഈ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിലേക്ക് നയിക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു ഒരു സൂചന നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സൂചന വെച്ച് ആ പ്രശ്നങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ നമുക്ക് ചെയ്തു തുടങ്ങാവുന്നതാണ്. പക്ഷേ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇതാണ്, ചില പേരൻസ് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവർ പറയുന്ന ഒന്നാണ്, കുഴപ്പമില്ല, ഇവൻ്റെ ഫാദർ ഇങ്ങനെയായിരുന്നു, 1 വയസ്സിൽ അല്ലെങ്കിൽ 2 വയസ്സായപ്പോൾ നടന്നു തുടങ്ങി, അല്ലെങ്കിൽ ഇത്ര പ്രായത്തിൽ സംസാരിച്ച് തുടങ്ങിയത്, അപ്പോൾ അത് കുഴപ്പമില്ല, കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ശരിയാകും. ചില പേരൻസ് ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. അതായത് അവർ കുഴപ്പമില്ല, കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആയിക്കോളും, ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, തന്നെ ഡെവലപ്പ് ചെയ്തോളൂ എന്ന് പറയുന്നൊരു വാക്ക്. അത് എത്രമാത്രം നല്ലതാണ്? അതങ്ങനെ ഇരിക്കേണ്ടതുണ്ടോ, അതോ നേരത്തെ തന്നെ പേരൻസ് അത് ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഇത് കുറച്ച് കഴിയുമ്പോൾ പലപ്പോഴും പല പ്രശ്നങ്ങൾ ശരിയായി വരുന്നുണ്ട് എന്നുള്ളത്
ശരി തന്നെയാണ്. കാരണം തലച്ചോറിൻ്റെ വളർച്ച നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പലപ്പോഴും ചില പ്രശ്നങ്ങൾ കാണും, അത് മറഞ്ഞു പോവുകയും ചെയ്യും. വാസ്തവത്തിലത് മാഞ്ഞു പോകുന്നതിനേക്കാളും കൂടുതൽ, ഇല്ലാതാകുന്നതിനേക്കാളും കൂടുതൽ മറഞ്ഞു പോകുന്നതാണ്. കാരണം തലച്ചോറിൻ്റെ വളർച്ചയിൽ കാലഘട്ടത്തിൽ അങ്ങനെ മറയാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണം, ഇപ്പോൾ 2 വയസ്സാകുമ്പോഴത്തേക്കും കുട്ടികളിലുണ്ടാകുന്ന ചില കഴിവുകളുണ്ട്. ഉദാഹരണം, 2 വയസ്സിൽ ബുദ്ധിപരമായിട്ടുള്ള ഒരു സ്പാർട്ട്, കോഗ്നിറ്റീവ് സ്പാർട്ട് ഉണ്ടാകുന്ന ഒരു പ്രായമാണ്. ആ സമയത്ത് കുട്ടികൾക്ക് സിമ്പിൾസ്, അതായത് ചിഹ്നങ്ങളെക്കുറിച്ച് മനസ്സിലാകുന്ന ഒരു പ്രായമാണ് ഈ 2 വയസ്സ്. അതായത് ആ ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്ന സാധനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന കഴിവാണ് ഈ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം, താറാവ് എന്ന് പറയുമ്പോൾ ആ വാക്ക് കൊണ്ട് പെട്ടെന്ന് നമ്മൾ താറാവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, ഈ വാക്കുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വസ്തുവിനെ നമ്മൾ ഓർക്കുന്നത്. താറാവ് എന്ന വാക്ക് പറയുമ്പോൾ അത് താറാവ് നടക്കുന്ന പോലെ നടക്കുന്നതോ, താറാവ് ഒച്ചയുണ്ടാക്കുന്ന പോലെ ഒച്ചയുണ്ടാക്കുന്നതോ, ഇപ്പോൾ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന വസ്തുവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ചിഹ്നമാണ് ഒരു വാക്ക്. അപ്പോൾ ഈ വാക്കുകൾ പറയാൻ താമസിക്കുന്ന ചില കുട്ടികളുണ്ട്. എന്ന് പറഞ്ഞാൽ 2 വയസ്സാകുമ്പോഴത്തേക്കും ഒരു 50 മുതൽ 100 വാക്ക് വരെ കുട്ടികൾ സാധാരണ പറയാറുണ്ട്. അപ്പോൾ അത്രയും വാക്ക് പറയാൻ പറ്റാത്തത് കുട്ടികൾക്ക് ഈ ചിഹ്നങ്ങൾ ഉപയോഗിക്കാനുള്ള തടസ്സം ആണ് വാസ്തവത്തിൽ എൻ്റെ ഉള്ളിലുള്ളത്. കാരണം ചിഹ്നങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ അത് തലച്ചോറിൻ്റെ വളർച്ച ഉണ്ടാകുമ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയും സംസാരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. പക്ഷേ എഴുതിയ വാക്ക് കാണുന്നതും അത് വേറൊരു ചിഹ്നമാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ പഠനവൈകല്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെയുള്ള തടസ്സങ്ങളുള്ളത് കാര്യം അത് 3-4 വയസ്സാകുമ്പോഴത്തേക്കും കുറേയൊക്കെ ശരിയായെന്ന് മാതാപിതാക്കൾക്ക് തോന്നുമെങ്കിൽ തന്നെയും പിന്നീടത് പഠനവൈകല്യമായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഡോക്ടർ, ഒരു സംശയം. അതായത് സാധാരണയായിട്ട് നമ്മൾ അസസ്മെൻറ്റുകൾ നടത്തുന്ന 3.5 വയസ്സല്ലേ, 3 വയസ്സ്, ആ ഒരു പ്രായമൊക്കെ എത്തുമ്പോഴാണ് മിക്ക കണ്ടീഷനെക്കുറിച്ചുള്ള അസസ്മെൻറ്റുകൾ നടത്തി ഇന്ന കണ്ടീഷനാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ, അതോ സെലക്റ്റീവായിട്ടുള്ള കുട്ടികൾക്കാണോ ഇത് ഈ പറയുന്ന അസസ്മെൻറ്റുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏർലി ഡിറ്റക്ഷനോ നമ്മൾ നടത്തേണ്ടത്? കുട്ടികളുടെ പ്രശ്നങ്ങൾ കുറച്ച് പ്രായം ആയിക്കഴിഞ്ഞിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും, ഉദാഹരണം ഇപ്പോൾ സെർബ്രൽ പാൾസി എന്ന് പറഞ്ഞ കാര്യം ശരിയായിട്ട് മനസ്സിലാക്കുന്ന ഒരു വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ് പലരും മനസ്സിലാക്കി തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഓട്ടിസം ഒരു 2-3 വയസ്സാകുമ്പോഴത്തേക്ക് പല പേരൻസും മനസ്സിലാക്കി തുടങ്ങുന്നത് ആണെങ്കിൽ തന്നെയും അതിന് മുമ്പ് തന്നെ ചില ലക്ഷണങ്ങൾ വെച്ച് ഇതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള കുട്ടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ സാധ്യത കൂടുതലുള്ള കുട്ടികൾ വ്യത്യാസമുള്ള സാഹചര്യങ്ങളിൽ ഗർഭം ധരിക്കപ്പെടുകയും ജനിക്കുകയും വളരുകയും ചെയ്യുന്ന കുട്ടികളാണ്. ഉദാഹരണം, മാസം തികയാതെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തന്നെ ജനനത്തോട് അനുബന്ധിച്ച പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കുട്ടികൾക്ക് അങ്ങനെ വരും. തൂക്കം കുറഞ്ഞ കുട്ടികൾക്കുണ്ടാവും. ചില ജനിച്ചു കഴിഞ്ഞ ഉടനെ ഉണ്ടാകുന്ന ചില അവസ്ഥകളും, ഉദാഹരണം ഇപ്പോൾ ശ്വാസം കിട്ടാത്ത കുട്ടികളോ അല്ലെന്നുണ്ടെങ്കിൽ ഷുഗറൊക്കെ കുറയുന്ന കുട്ടികളും ഇൻഫെക്ഷനുള്ള കുട്ടികൾക്കൊക്കെ അതിനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൂടാതെ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും അവർ വളരുന്ന സാഹചര്യം അനുകൂലമല്ലെങ്കിൽ അവരുടെ കഴിവുകളുടെ വളർച്ചയിലും ബിഹേവിയറിലുള്ള വ്യത്യാസങ്ങളൊക്കെ ധാരാളം നമുക്കുണ്ടാകും. അവരുടെ IVF പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളുടെ അതുപോലെ അത് ശരിയാണ്. റിപ്പീറ്റഡായിട്ടുള്ള അബോർഷന് ശേഷം ഉണ്ടാകുന്ന കുട്ടികൾ, ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടാകുന്ന കുട്ടികൾ, 2 അതിൽ കൂടുതലുള്ള അബോർഷൻസ് ഉണ്ടായിട്ടുള്ള മാതാപിതാക്കളുടെ കുട്ടികൾ, ഇവർക്കൊക്കെ സാധ്യത കുറച്ച് കൂടുതലുണ്ട്. ഒരുപാട് കൂടുതലുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു റിസ്ക് സാധാരണ കുട്ടികളെക്കാളും കൂടുതലുണ്ടെന്ന് പറഞ്ഞു. എന്നിരുന്നാൽ അവർ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കുട്ടികളൊക്കെ പ്രത്യേക സാധ്യതയുള്ള കുട്ടികൾ, കൂടുതൽ അല്പം കൂടി സാധ്യതയുള്ള കുട്ടികളെന്നുള്ള നിലയിൽ അവർക്ക് കൂടുതൽ തുടർച്ചയായിട്ടുള്ള നിരീക്ഷണവും പരിശോധനകളും പരിശോധന എന്ന് പറയുന്നതിനേക്കാളും എനിക്കിഷ്ടം ചെറിയ ചെക്കപ്പുകൾ നടത്തുക എന്നുള്ളതാണ്. അത് വിവിധ പ്രായങ്ങളിൽ ചെയ്യാവുന്നതാണ്. ജനിച്ചു കഴിഞ്ഞ ഉടനെയും 2 ആഴ്ച കഴിഞ്ഞും 2 മാസം കഴിഞ്ഞും 4 മാസം ആകുമ്പോഴത്തേക്കും 9 മാസം
അങ്ങനെ ചില ക്രമങ്ങൾ പല സ്ഥലത്തും പലരും അവലംബിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വളരെയധികം സ്ട്രെസ് ചെയ്ത് പറയാറുള്ള സംഗതി, ഏറ്റവും കുറഞ്ഞത് 5 മാസത്തിലെങ്കിലും ഒരു പരിശോധന, 2 വയസ്സിലൊരു പരിശോധന, 5 വയസ്സിൽ ഒരു പരിശോധന, ഈ 3 പരിശോധനകൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത് എന്നുള്ളതാണ്. അതാണ് ഡോക്ടറിൻ്റെ ശിശു എന്ന് പറയുന്ന പ്രോജക്റ്റ് അല്ലേ? അതെ. അപ്പോൾ ഈ ശിശു എന്ന് ഉദ്ദേശിക്കുന്നത് സ്ക്രീനിങ് ഏർലി ഇൻ്റർവെൻഷൻ സർവീസസ് ആണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടുപിടിക്കുകയും നേരത്തെ അതിനുള്ള ഇടപെടലുകളും നടത്തുന്ന ഒരു അപ്രോച്ചാണ് ഈ ശിശു എന്ന് പറയുന്നത്. ഡോക്ടർ നേരത്തെ പറയുണ്ടായി 5-ാം മാസത്തിൽ ഒരു ഇനിഷ്യൽ ചെക്കപ്പ് ചെയ്യണമെന്ന്. എന്തുകൊണ്ടാണ് ആ ഒരു പ്രായം സജസ്റ്റ് ചെയ്യാൻ കാരണം? 5 മാസത്തിൽ ഉള്ളൊരു പരിശോധന, 5-ാം മാസത്തിലുള്ളൊരു പരിശോധന വളരെയധികം ഗുണകരമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 3 മാസത്തിന് മുമ്പ് നമ്മൾ പരിശോധന നടത്തിയാലും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈവൻ എക്സ്പേർട്സിനും ബുദ്ധിമുട്ടാണ്. കാരണം കുട്ടികളുടെ തലച്ചോറ് വേണ്ട രീതിയിൽ ഓർഗനൈസ്ഡ് അല്ല, ക്രമീകരിച്ചിട്ടില്ല തലച്ചോറ് സ്വയമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്രമീകരണം നടക്കുന്ന കാലഘട്ടം ആദ്യത്തെ 3 മാസമാണ്. അപ്പോൾ ആ സമയത്തിന് ശേഷം ഒരു പരിശോധന നടത്തുന്നതാണ്, അല്ലെങ്കിൽ ചെക്കപ്പ് നടത്തുന്നതാണ് നല്ലത്. ഈ 3 മാസത്തിൽ എന്ത് പ്രധാന വ്യത്യാസങ്ങൾ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലച്ചോറിലൊരു ആകമാന പുനഃക്രമീകരണം നടക്കുന്ന ഒരു സമയമാണ് 3-ാം മാസം. കാരണം ഉദാഹരണം പറഞ്ഞാൽ 2 മാസത്തിന് മുമ്പ് കുട്ടികൾ ചെയ്യുന്ന പല പ്രവർത്തികളും ബോധമനസ്സിൻ്റെ പ്രവർത്തനങ്ങളല്ല, ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഉപബോധ ബ്രെയിൻ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതുവരെ ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കുറവായിരിക്കും. ആ 2 മാസത്തിന് മുമ്പും കുട്ടികൾ ചിരിക്കും, പക്ഷേ എന്ത് കണ്ടാലും ചിരിക്കും. ഒരു കർട്ടൻ അനങ്ങുന്ന കണ്ടാൽ ചിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചുമ്മാ അവർക്ക് തോന്നണം ചിരിക്കാനായിട്ടൊരു റിഫ്ലക്സ് പോലെ ഒരു വരുന്ന ചിരികളാണ്. അതല്ല, അതിനൊരു മീനിങ് ഇല്ല. പക്ഷേ 3 മാസം പ്രായമായി കഴിയുമ്പോഴത്തേക്കും ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനത്തെ ബോധ മനസ്സ് ഏറ്റെടുക്കുന്നുണ്ട്. അത് ചേഞ്ച് ഓവർ നടക്കുന്നത്. നമ്മൾ വരയ്ക്കുകയാണ്, ഒരു എക്സ് പോലെ വരയ്ക്കാം, മുകളിൽ നിന്ന് മറ്റൊരു താഴത്തേക്ക് വരും, ഇത് മുകളിലേക്ക് പോകും. ആ അവസ്ഥ വന്നു കഴിയുമ്പോൾ ബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ കണ്ടിൻജൻ്റ് ആക്ടിവിറ്റീസാണ് കൂടുന്നത്. അപ്പോൾ അത് അന്നേരം ചിരിക്കുന്നത് നമ്മളെ മനസ്സിലാക്കി ഒരു ബോധപൂർവമായിട്ടുള്ള ചിരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസം എല്ലാ കഴിവുകളിലും ഉണ്ടാവുന്നുണ്ട് 3 മാസമായി കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ 3 മാസം ഒരു ഇമ്പോർട്ടൻറ്റ് ബയോ ബിഹേവിയറൽ ഷിഫ്റ്റ് നടക്കുന്ന സമയമാണെന്നാണ്. ആ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ബോധ മനസ്സ് അല്ലെങ്കിൽ ബ്രെയിൻ്റെ കോർട്ടിക്കൽ ബ്രെയിൻ കാര്യങ്ങൾ കൂടുതൽ ഏറ്റെടുത്ത് നടത്തി കഴിഞ്ഞിട്ട് വരുന്ന ഒരു പരിശോധനയ്ക്ക് പിന്നീടുള്ള നമ്മുടെ ഭാവി ബ്രെയിൻ ഫങ്ഷൻസിനെ കുറിച്ചുള്ളൊരു ഏകദേശ ധാരണ കുറച്ചുകൂടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരു കാരണം. രണ്ടാമത്തെ കാര്യം ആദ്യം പറഞ്ഞാൽ ആദ്യത്തെ 3 മാസം നമ്മുടെ തലച്ചോറ് അത്ര ഓർഗനൈസ്ഡ് അല്ല. പിന്നെ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്ട്രേഞ്ചർ ആങ്സൈറ്റി ഉണ്ട്. സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്ത ആളുകളെ കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേക പേടിയുണ്ടാകുന്ന മനസ്ഥിതി. ആ സമയത്ത് നമ്മൾ കുട്ടികളെ പരിശോധിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം, ഒബ്സർവ് ചെയ്യുമ്പോഴൊന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. അപ്പോൾ ഈ പ്രായം എന്ന് പറയുന്നത് അതിന് പറ്റിയ സമയമാണ്. ഇത് കൂടാതെ ഒരു 10-20 ശാസ്ത്രീയമായ കാര്യങ്ങൾ ഉണ്ട്. കാരണം തലച്ചോറിൻ്റെ അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. ഒരു 20 റീസണെങ്കിലും എനിക്ക് പറയാൻ പറ്റും ഈ പ്രായത്തിൽ ഒരു പരിശോധന നടത്തുന്നു. ഈ പ്രായത്തിലുള്ള പരിശോധനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, വളരെ ചിലവ് കുറഞ്ഞതായിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അങ്ങേറ്റം പോയ 2 സിനിമ ടിക്കറ്റിൻ്റെ കാശ് മതി കുട്ടിയുടെ ഭാവിയെ നമുക്ക് കാര്യമായിട്ട് വ്യത്യാസപ്പെടുത്താൻ സാധിക്കുന്ന ഒരു പരിശോധനയായിരിക്കും അത്. എനിക്ക് തോന്നുന്നു ഈ ഒരു അസസ്മെൻ്റ് ഇപ്പം കൃപയിൽ ഡോക്ടർ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നുണ്ടല്ലേ? ഈ 5-ാം മാസത്തെ പരിശോധന എല്ലാ കുട്ടികൾക്കും സൗജന്യമായിട്ട് ചെയ്യണം എന്നുള്ള എൻ്റെ അഭിപ്രായം. കാരണം അതിന് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. നമുക്ക് ഒരല്പം സമയം ചിലവഴിച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് 2 വയസ്സിലെ കാര്യങ്ങൾ. 2 വയസ്സിൽ അടുത്ത ബയോ ബിഹേവിയറൽ ഷിഫ്റ്റ് 15 മാസം കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു ഞാൻ ആദ്യം പറഞ്ഞൊരു കോഗ്നിറ്റീവ് സ്പർട്ടും ലാംഗ്വേജ് സ്പർട്ടും ഒക്കെ വരുന്ന ഒരു ക്രൂഷ്യൽ സമയമാണ്. ഓട്ടിസം ഒരുമാതിരി കൺഫേം ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. 5 വയസ്സിൽ ഞാൻ പറയാൻ കാര്യം പഠന കഴിവുകളെല്ലാം ഒരു 3.5 വയസ്സാകുമ്പോഴത്തേക്കും
ഒരുമാതിരി നന്നായിട്ട് രൂപപ്പെട്ട് കഴിയും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതൊന്ന് സ്റ്റേബിളായി വന്നാൽ ഒരു 4 വയസ്സിനും 6 വയസ്സിനും ഇടയ്ക്ക് ഒരു പരിശോധന നടത്തുന്നത് പഠന വൈകല്യങ്ങളിലേക്ക് നയിക്കാവുന്ന ഘടകങ്ങൾ നമുക്ക് ആ സമയത്ത് ഒരു ലളിതമായ പരിശോധന, അതും ലളിതമായ പരിശോധന തന്നെയാണ്. ഇത് 3 ലളിതമായ പരിശോധനകൾ തന്നെയാണ് നമുക്ക് ചെയ്യാം. അത് അങ്ങനെയുള്ള പരിശോധന ചെയ്ത് മാതാപിതാക്കളോ അല്ലെങ്കിൽ വേണ്ട ആൾക്കാർ അതിന് വേണ്ടുന്ന ഇൻ്റർവെൻഷൻസ് നടത്തി കഴിഞ്ഞാൽ ഏതാണ്ട് 70% ഭാവി പഠന വൈകല്യങ്ങൾ നമുക്ക് തടയാൻ കഴിയുമെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അതുകൊണ്ട് എനിക്കുള്ള വിദേശ രാജ്യങ്ങളിൽ ചിലപ്പോൾ എ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ഓഫ് സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് എന്നൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെയുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലത് ആളുകൾക്കറിയില്ല. സ്കൂളിൽ ചെന്ന് പഠന വൈകല്യം വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഓടിപ്പിടിച്ച് നടക്കുള്ളൂ. അതിനു മുമ്പ് തന്നെ നമുക്ക് സാധിക്കും ജസ്റ്റ് ഒരു മണിക്കൂറോ വല്ലതും ഉള്ളൊരു ലളിതമായ ഒരു ചെക്കപ്പ്. ഈ 3 ചെക്കപ്പുകളും ലളിതമായിരിക്കണം. അത് കഴിയുന്നതും ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ഡോക്ടർ നേരത്തെ പറയണ്ടേ ഏകദേശം 2 വയസ്സോടുകൂടി തന്നെ ഓട്ടിസം, ക്ലാസിക് ഓട്ടിസം പോലുള്ള കാര്യങ്ങളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു സമൂഹത്തിൽ പൊതുവായിട്ട് തെറ്റിദ്ധാരണ ഇപ്പം ഞാൻ കണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സിംറ്റം കാണുന്നത്, അതായത് കൊച്ചു നോക്കുന്നില്ല, അല്ലെങ്കിൽ ഫ്ലാപ്പിംഗ്, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് പ്ലേ ചെയ്യുന്നില്ല, ഇങ്ങനത്തെ കാര്യം വരുമ്പോൾ പേരൻസ് പാനിക് ആവുകയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന എവിടെയെങ്കിലും കേട്ടു കൊച്ചു അങ്ങനെ ചെയ്താൽ ഓട്ടിസമാണ്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ്, ചെറിയ ചെറിയ സിംറ്റംസിൽ പേരൻസ് പാനിക് ആകുന്നു. അതിൽ എത്രമാത്രം വാസ്തവമുണ്ട്, അല്ലെങ്കിൽ അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്? ഇപ്പം സ്ക്രീൻ അഡിക്ഷൻ പോലുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഓട്ടിസം എന്നൊരു പദത്തിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ട്, എനിക്ക് തോന്നുന്നത് അത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ കാനർ എന്ന് പറഞ്ഞ ഒരാൾ 1947 തോന്നുന്നു ഈ ഓട്ടിസത്തെ ആദ്യമായിട്ട് പുള്ളി ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ ഒരു ഭയാനകമായ ഒരു സിറ്റുവേഷനെ കുറിച്ച് എന്ന് പറഞ്ഞൊരു അദ്ദേഹം തന്നെ പറയുന്ന അഫക്റ്റീവ് ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ടുള്ള ഒരു ഒറ്റപ്പെടലാണ് അവർക്കുണ്ടാകുന്നത്. അങ്ങനെയുള്ളൊരു കുട്ടിയെക്കുറിച്ചുള്ള ചിന്തിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് സാധാരണഗതിയിൽ വളരെയധികം ഭയപ്പാടും അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ 2012 മുതൽ ഓട്ടിസം എന്നുള്ള പദപ്രയോഗം ശാസ്ത്രീയമായിട്ട് അധികം ഉപയോഗിക്കുന്നില്ല. അതിന് പകരം ASD, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്നുള്ളതാണത്. അതിനകത്ത് ഈ ക്ലാസിക് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ കാനറിൻ്റെ ഓട്ടിസം, കാനർ ഡിസ്ക്രൈബ് ചെയ്ത ഓട്ടിസം അന്ന് ഒരു 4 മുതൽ 10 പേര് 10,000 പേരിൽ ഉണ്ടാകാറുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ആളുകളത് ഓട്ടിസം വളരെയധികം ഉണ്ട്, 47 കുട്ടികളിൽ ഒരാൾക്ക് വെച്ചുകൊണ്ട് അതിൽ കൂടുതലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വാസ്തവത്തിൽ ക്ലാസിക് ഓട്ടിസം ഇപ്പോഴും അത്രയും തന്നെയുള്ളൂ ഏകദേശം. ഇപ്പോൾ 2019 നടന്ന ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു, ആസകലം നടന്നൊരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിക് ഓട്ടിസം ഇപ്പോഴും 12 കുട്ടികൾ 10,000-ൽ 12 കുട്ടികൾക്ക് ഉള്ളതെന്നാണ് ചെയ്യുക. അപ്പോൾ ASD ഉള്ള കുട്ടികൾ, ASD എന്ന് പറയുമ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറാണ്. അതിനകത്ത് ഓട്ടിസം എന്ന് പറയുന്ന ഈ ക്ലാസിക് ഓട്ടിസം എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. മജോറിറ്റിക്കും മറ്റ് ചില പ്രശ്നങ്ങളാണ് ഉള്ളത്. ഇത് ക്ലാസിക് ഓട്ടിസം അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ASD ഉള്ള കുട്ടികളിൽ ഏറിയ കൂറും ഏതാണ്ട് 75%-ത്തിലേറെയും മൈൽഡ് അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളെന്ന് പറയുന്നത്. മൈൽഡ് ഓട്ടിസം ഉണ്ട് എന്നൊക്കെ ആണ് പലരും പേഷ്യൻസ് എന്ന് പറയുക. എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന പല സ്ഥലത്തും മൈൽഡ് ഓട്ടിസം ആണെന്നാണ് പറയുന്നത്. മൈൽഡ് ഓട്ടിസം എന്ന് പറഞ്ഞൊരു ഓട്ടിസം ഇല്ല, ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല. മൈൽഡ് ASD ഞാൻ കേട്ടിട്ടുണ്ട്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഈ മൈൽഡ് ASD അല്ലെങ്കിൽ മോഡറേറ്റ് ASD എന്ന് പറയുന്നത് മിക്കവാറും എല്ലാം തന്നെ ചികിത്സ കൊണ്ട് നമുക്ക് ഒരുമാതിരി നന്നായിട്ട് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. പക്ഷേ ഈ മൈൽഡിന് വളരെ കുറച്ചും മോഡറേറ്റിന് കുറച്ചുകൂടെ കൂടുതലും ഈ സിവിയർ ഓട്ടിസം എന്ന് പറയുന്നത് നല്ല കാര്യമായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് നമ്മൾ ചെയ്യേണ്ടി വരും. അതിനകത്ത് വരുന്ന വ്യത്യാസങ്ങളുടെ ഫലപ്രാപ്തിയും മൈൽഡിന് എളുപ്പവും മോഡറേറ്റിന് ഇച്ചിരിയുടെ ബുദ്ധിമുട്ടും അതിനുശേഷമുള്ള നല്ല ബുദ്ധിമുട്ടും ഉണ്ട്. പക്ഷേ എത്രയൊക്കെ ആണെങ്കിലും അവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. മൈൽഡ് ഓട്ടിസം ASD എന്ന് കേൾക്കുമ്പോൾ പേടിക്കണ്ട എന്നാണ് ഞാൻ പേരൻസിനോട് പറയാറ്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വേറൊരു സംഗതിയുണ്ട്. പലപ്പോഴും ഇത് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന
ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ഓട്ടിസത്തിൽ സെൻസറി പ്രോസസ്സിങ് ഡിസോർഡേഴ്സ് കൂടുതലുണ്ട്. ഓട്ടിസത്തിൽ 80 മുതൽ 100% കുട്ടികൾക്കും സെൻസറി പ്രോസസ്സിങ് പ്രോബ്ലംസ് ഉണ്ടാകാമെന്നാണ് പറഞ്ഞത്. ഈ സെൻസറി പ്രോസസ്സിങ് പ്രശ്നങ്ങളിൽ കണ്ട അത് മിക്കവാറും ASDയുടെ ലക്ഷണങ്ങൾ പോലെ തന്നെ പലപ്പോഴും തോന്നും. ഉദാഹരണം ഇപ്പോൾ മുഖത്ത് നോക്കുന്നില്ല, സംസാരിക്കാൻ താമസിക്കുന്നു, ഫ്ലാപ്പിങ്, അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികളൊക്കെ. നമ്മുടെ തലച്ചോറ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ പ്രവൃത്തികളായിട്ട് ബിഹേവിയറുകളായിട്ട് രൂപപ്പെടുത്തുന്നതും സെൻസറി പ്രോസസ്സിങ് എന്ന് പറഞ്ഞൊരു പ്രവർത്തനം കൊണ്ടാണ്. പക്ഷേ ഈ സെൻസറി പ്രോസസ്സിങ് തകരാറുള്ള കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ ഈ സെൻസറി വേണ്ട രീതിയിൽ പ്രോസസ്സ് ചെയ്യപ്പെടാത്തതുകൊണ്ട് വ്യത്യാസപ്പെട്ട പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും. നമ്മൾ ചോദിക്കുന്നത് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനോ മനസ്സിലാക്കാനോ കഴിയുന്ന ആളുകളെ ആയിരിക്കണം. അടുത്തുള്ള കൂട്ടുകാരിയുടെയോ അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ അമ്മയുടെയോ ഒക്കെ അഭിപ്രായം മാത്രം നോക്കിയിരുന്നാൽ നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടും. കാരണം അവർക്കെല്ലാവർക്കും നമ്മളെ ആശ്വസിപ്പിക്കാനുള്ളൊരു പ്രവണതയായിരിക്കും. പലപ്പോഴും ആ സമയത്ത് ആശ്വാസം കിട്ടുമെങ്കിലും അത് പിൽക്കാലത്തൊരു വലിയ ദുഃഖമായിട്ട് വരാൻ മേലാകില്ല. അതുകൊണ്ട് നന്നായിട്ട് അറിവുള്ള ആളുകളെ കാണിക്കണം. അതിനകത്ത് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആരെങ്കിലും ഇത് കുഴപ്പമില്ല മാറിക്കോളും എന്ന് മാത്രം പറഞ്ഞാൽ, എന്നാൽ പ്രത്യേക നല്ലതായ ഒരു പരിശോധനയുടെ സപ്പോർട്ടിലില്ലാതെ വെറുതെ ഇങ്ങനെ അത് ശരിയായിക്കോളും, സാരമില്ല, കൊച്ചല്ലേ, കുഞ്ഞൽ, അങ്ങനെ പറയുന്ന ഒരു കാരണവശാലും നമ്മൾ സ്വീകരിക്കരുത്. എല്ലാം നന്നാകും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞാൽ തന്നെയും അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. ഒരു കുട്ടിക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം എന്തായിക്കോട്ടെ, ചിലപ്പോൾ ശരിയാകുമായിരിക്കും, ശരിയാവില്ലായിരിക്കും, ശരിയാകുന്നതാണെങ്കിലും ശരിയാകാത്തതാണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ആ കഴിവുകൾ വ്യത്യാസപ്പെടുത്താനുള്ള ഇൻ്റർവെൻഷൻസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കണ്ടീഷൻ ഉണ്ടായി റീഹാബ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് ഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, മുൻകൂട്ടി കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടി ഇൻ്റർവെൻഷൻ ചെയ്യുന്നത്. അതെ, റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ്. പ്രശ്നങ്ങൾ ഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള കണ്ടീഷൻസ് നേരത്തെ തന്നെ മനസ്സിലാക്കി നേരത്തെ തന്നെ ഉള്ള പ്രശ്നങ്ങളാകുന്നതിന് മുമ്പ് തന്നെ ഇൻ്റർവ്യൂ ചെയ്യാമെന്നാണ്. അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, മറഞ്ഞിരിക്കുന്ന, ഞാനതും പറഞ്ഞല്ലോ, ഇത് മറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാം. അതുപോലെ തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾക്കും അവരുടെ കഴിവുകൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ടുള്ള സ്റ്റിമുലേഷൻ, നമുക്ക് ഡെവലപ്മെൻറ്റൽ സ്റ്റിമുലേഷൻ, പാരൻ്റൽ കെയർ കൊണ്ടുള്ള വ്യത്യാസങ്ങളിൽ, കാഴ്ചപ്പാടുകളിലുകൊണ്ട് വരുന്ന വ്യത്യാസം കൊണ്ട് ഡെവലപ്മെൻറ്റൽ സ്റ്റിമുലേഷൻ കൊടുക്കാം. അത് കുറച്ച് ബെറ്ററായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും നോർമലായിട്ടുള്ള കുട്ടികൾക്ക്. പിന്നെ ചെയ്യാവുന്നത് പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അവർക്ക് മാതാപിതാക്കൾക്ക് തന്നെ പ്രശ്നമെന്ന് തോന്നിക്കഴിഞ്ഞാൽ താമസിപ്പിക്കാതിരിക്കുക, അപ്പോൾ തന്നെ ചെയ്യുക. മൂന്നാമത്, പ്രശ്നങ്ങളിൽ ഗൗരവമായി തീരുന്ന ലെവലിലേക്ക് വരുന്നതിന് മുമ്പ് കണ്ടാൽ തന്നെ അറ്റ്ലീസ്റ്റ് അപ്പോഴെങ്കിലും കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചലന പ്രശ്നമാണെങ്കിൽ 6 മാസം അല്ലെങ്കിൽ മാക്സിമം 9 മാസത്തേക്കുള്ള താമസിപ്പിക്കുന്നത് ശരിയല്ല. അവരുടെ കഴിയുമെങ്കിൽ 6 മാസം ആകുമ്പോഴത്തേക്കും തന്നെ ചലന വൈകല്യങ്ങൾക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിരിക്കണം. കാരണം 6 മാസത്തിന് ശേഷം നമ്മുടെ അസ്ഥിയുടെ എപ്പിഫൈസസ് എന്ന ഭാഗമുണ്ട്, അതും മസിലും തമ്മിലുള്ള ഏകോപനം തെറ്റും, അവിടെയുള്ള സ്ട്രക്ചറിന് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് വരുന്നതിന് മുമ്പ് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അത് സെറിബ്രൽ പാൾസി സാധാരണഗതിയിൽ ഡയഗ്നോസിസ് ചെയ്യാനാണ്, നിർണ്ണയിക്കാനാണ് 2 വയസ്സ് വരെ എടുക്കും പാശ്ചാത്യ രാജ്യങ്ങളിൽ. പക്ഷേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് 6 മാസത്തിന് മുമ്പ് തന്നെ തുടങ്ങുന്നതാണ് നല്ലത്. അതാണ് ശരിയായ രീതിയിലുള്ള ഏർലി ഡിറ്റക്ഷൻ, ഏർലി ഇൻ്റർവെൻഷൻ. ഇത്രയും നേരം നമ്മളോട് കുട്ടികളിലുണ്ടാകുന്ന വൈകല്യങ്ങളെക്കുറിച്ചും അവ നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കി അതിനുവേണ്ടി റെമഡിയൽ സൊല്യൂഷൻ ചെയ്യണമെന്നും ഹാബിലിറ്റേഷൻ റീഹാബിലിറ്റേഷൻ തമ്മിലുള്ള വ്യത്യാസങ്ങളും നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ തോമസ് എബ്രഹാമാണ്. അദ്ദേഹത്തിൻ്റെ സേവനം ആലുവ ചുണങ്ങംവേലിയിൽ രാജേരി ഹോസ്പിറ്റലോട് ചേർന്നുള്ള കൃപ എന്ന് പറയുന്ന സെൻറ്ററിൽ ലഭ്യമാണ്. ഇത്രയും നേരം പ്രേക്ഷകരോട് സംസാരിച്ചതിന് നന്ദി.